ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം നദാനിയും കൂടെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എണീക്കുന്നതിൻ്റെ കൂടെ. അപ്പം ഇന്നലെ രാത്രിയാണ് കേട്ടോ ആൾ പറഞ്ഞത് മാത്സ് കുറച്ച് ചെയ്യാനുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നത്. അപ്പം ഞാനത് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നീ പോയി കിടന്നോ, ഇനി നാളെ ഞാൻ നേരത്തെ വിളിക്കാം, അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കണം, തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ നേരത്തെ എണീറ്റതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. രാവിലെ അങ്ങനെ എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല, ഇവർക്ക് രാത്രി തന്നെ പഠിച്ച് അവസാനിപ്പിക്കണം, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഉറങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാവും. എനിക്ക് നേരത്തെ വിളിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇനി ഉറക്കം വരുമോ എന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വിളിക്കാറുമില്ല. ഇന്ന് പിന്നെ ഞാൻ അവനെ എന്തായാലും രാവിലെ വിളിക്കാം, 5ാം ക്ലാസ്സൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി കുറച്ച് ഉറക്കമൊക്കെ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ നേരത്തെ വിളിച്ചത്. അങ്ങനെ ഇന്ന് ദോശയാണ്. അപ്പോൾ ഇപ്പോൾ ദോശ നല്ല വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മമ്മിയോട് ആൻറ്റി പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാൻ ഈ ദോശ ആയിട്ടുള്ള മൽപ്പിടുത്തം കണ്ടപ്പോൾ പറഞ്ഞു ദോശമാവിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് ദോശ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം അങ്ങനെ ലാഭമായി കിട്ടി. അല്ലെങ്കിൽ ഇതിങ്ങനെ എടുക്കാനായിട്ട് കുറേ നേരം നിൽക്കുമ്പോൾ കുറേ നേരം അങ്ങനെ പോകൂട്ടാ. അപ്പം നദാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഇതൊക്കെ എന്നോട് ചോദിക്കുകയാണ് കേട്ടോ, അവന് കിട്ടാത്തത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്നിട്ട് വാതിലൊന്നും തുറന്നിട്ടുണ്ടായില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയറുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ആകെ ഒരു മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വാതിലൊക്കെ തുറന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാതിലൊക്കെ തുറന്നത്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പെട്ടെന്ന് ദോശ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഈ പാത്രം മേടിക്കാണ്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, കാസ്റ്റ് അയണിൻ്റെ. അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെയും ഒറ്റ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയറുവേദന എടുത്തിട്ടാണ് ഞാൻ നിന്ന് ദോശ ഉണ്ടാക്കണത്. അങ്ങനെ ദോശ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നോഹ് വന്നു. അപ്പോൾ ഇന്ന് നോഹിന് രാവിലെ എൻ്റെപ്പോൾ തൊട്ടൊരു ജലദോഷം പോലെ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ ചായ വേണമെന്ന് പറഞ്ഞിട്ട്, കട്ടൻ ചായ വെക്കണമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവനറിയാൻ വെക്കാനൊക്കെ, ഗ്യാസ് കത്തിക്കാനൊക്കെ അറിയാം, എന്നാലും എപ്പോഴും കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ ആൾക്ക് രാവിലെ എൻ്റെപ്പോൾ തന്നെ മൂക്കടഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ചൂട് ചായ കുടിച്ചാൽ നല്ല സുഖമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ കട്ടൻ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നദാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഓരോ സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ആൾ കുറേ വെള്ളം കൊണ്ട് വെച്ചേക്കാട്ടെ, കുറച്ച് വെള്ളം വെച്ചാൽ മതി, ആൾ കുറേ വേണം ഇവർക്ക് കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ. ചായ ആയാലും കുറേ വേണം, ഞാൻ എന്തോരം പറഞ്ഞാലും അവർ കേൾക്കില്ല, ചായ അവർക്ക് കുറേ വേണം. ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളും അങ്ങനെ ഇതായി പോവും. അപ്പോൾ ചായ വെക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ. എന്തായാലും ചിത്രപ്പെടുത്ത് ചായയൊക്കെ കുടിക്കുന്നത് പൊട്ടയാണല്ലോ, അപ്പോൾ ഒരു രസത്തിനൊക്കെ കുടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഇവനോട് ചായപ്പൊടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ട അളവൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാരണം പേടിച്ചിടണം കേട്ടോ, അധികം ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഇട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആൾ മതിയാ എത്ര മതിയാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞ് പഞ്ചസാരയൊക്കെ ആൾ തന്നെയാണ് ഇട്ടതും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ വെക്കലൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ഞാൻ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ നദാൻ പോയതൊന്നും കണ്ടില്ല കേട്ടോ, ഞാൻ അവിടെ വെറുതെ ഒന്ന് കിടന്നതാണ്. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അവൻ പോണ നേരത്ത് ഞാൻ അവൻ വിളിച്ചില്ല കേട്ടോ എന്നെ. അപ്പോൾ പിന്നെ ചേട്ടനും ഉണ്ട്, അപ്പച്ചനും ഉണ്ട്, അവൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്തോളും. അത് കാരണം ഒരു സമാധാനമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.